എല്ലാവർക്കും ഇവ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വൈകുന്നത്, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അപ്പം അതുകൊണ്ട് എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നോ അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും കേട്ടോ. എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ ഒരു 3 തവണ ആവർത്തിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇത് പുതിയ ചാനലാണ്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റിലാകുന്നതിന് മുൻപേ ഭയങ്കര സ്നേഹമുണ്ടായിരിക്കാം, ഭയങ്കര നിങ്ങൾ അവരെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാകാം, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് അവർ പോയതായിരിക്കാം. ഓക്കെ, അപ്പം അവരുടെ ഭാഗത്തു നിന്നും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അയ്യോ ഞാനങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്ത അവർക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നൊക്കെ ആയിരിക്കാം. ആ വ്യക്തി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം, പക്ഷെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു രീതിയിൽ നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ടും കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, ഇങ്ങോട്ട് റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കത് ഒരുപാട് സങ്കടമായിട്ടുണ്ടാകും. അവർക്ക് ഇപ്പം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെ പെട്ടെന്ന് വെറുതെ നിങ്ങൾ ഇട്ടിട്ട് പോയതിൽ അവർ വിഷമിക്കുന്നുണ്ട്, നിങ്ങളെ തിരിച്ചു വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തടസ്സമായിട്ട് കാണുന്നത് തേർഡ് പാർട്ടി തന്നെയാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും ജോലി, അവരുടെ എന്തെങ്കിലും ജോലി സംബന്ധിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത്. കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു വ്യക്തികളെ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ അവർ നിങ്ങളെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളെ ഇട്ടിട്ട് പോയത്. പക്ഷേ അവർക്കിപ്പം അവരുടെ മനസ്സിൽ നിങ്ങളെ വേണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊരു തോട്ട് അവർക്കുണ്ട്. പക്ഷെങ്കിൽ ഈ തേർഡ് പാർട്ടിയിൽ അവർ സ്റ്റക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. നിങ്ങളടുത്ത് മാപ്പ് പറയണമെന്നുണ്ട്. നിങ്ങളെ വിഷമിപ്പിച്ചതിൽ അവർക്ക് സങ്കടമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് സങ്കടമുണ്ട്. അവരത് ആലോചിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ചെയ്യരുതായിരുന്നു, അവരെത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി ഒരു പ്രോബ്ലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം ഈ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ, ചെറിയ റീഡിംഗ് ആണ്. തേർഡ് പാർട്ടി പോകുമോ ഇല്ലയോ, നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.